രാഷ്ട്രീയ ചിന്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ശ്രീ സണ്ണി എം കബിക്കാടാണ് ഇന്ന് നമ്മോടൊപ്പം ഇലക്ഷൻ ട്രാവലിലുള്ളത്. ഇതുവഴി കടന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കാണേണ്ടുന്ന ഒരാളാണ്. ഇത്തവണ അദ്ദേഹം പക്ഷേ ഒരു സ്ഥാനാർത്ഥിത്വ വിവാദവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അല്ലെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിലും നമ്മൾ അദ്ദേഹത്തെ വരുമ്പോൾ ഒന്ന് കാണുമായിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ ട്രാവലർ ഞങ്ങൾ കേരളം മുഴുവൻ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പലരെയും വഴിയിൽ വെച്ച് കാണുന്നു, അവരോടൊന്ന് സംസാരിച്ച് രാഷ്ട്രീയത്തിൻ്റെ സെൻസ് പൾസ് ഒന്ന് മനസ്സിലാക്കിയിട്ടൊക്കെ പോകാമെന്നുള്ളതാണ്. എങ്ങനെയുണ്ട് രാഷ്ട്രീയത്തിൻ്റെ ചൂടൊക്കെ ഒന്ന്? അത് ചൂട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. നല്ല രണ്ടാം ഘട്ടം ഒന്ന് തണുത്ത മട്ടാണ്. ജനം തീരുമാനമെടുക്കുന്നൊരു ഘട്ടമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അകത്തേക്ക് കയറാം. നമ്മളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ CPM-കാർക്കും UDF-കാർക്കും ഒരുപോലെ ആത്മവിശ്വാസമായിരുന്നു. LDF-കാർക്ക് UDF-കാർക്ക്. കാരണം ഒന്ന്, വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ഉറപ്പായിട്ടും ഒരു മൂന്നാം സർക്കാർ കിട്ടുന്ന LDF-ഉം ഉറപ്പായിട്ടും ഇത്തവണ വരും എന്ന് UDF വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മളിപ്പോൾ പുറത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയത്തിൻ്റെ അന്തരീക്ഷം, രണ്ടുപേർക്കും അത്ര വലിയ ആത്മവിശ്വാസമില്ല പോലെ തോന്നുന്നത്. എന്താ ശരിക്കും മനസ്സിലാക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ UDF-ന് വലിയൊരു മുൻകൈ കിട്ടിയിരുന്നു. ആദ്യഘട്ടത്തിൽ അവർ വളരെ വലിയ മാർജിനിൽ തന്നെ കേരളം ഭരിക്കുമെന്നുള്ളൊരു തോന്നലൊക്കെ സമൂഹത്തിൽ ഉണ്ടായി വന്നു. പ്രത്യേകിച്ച് VD സതീശൻ്റെ ജാഥ നടക്കുന്ന സമയത്ത്. പിന്നീടൊരു ഘട്ടത്തിൽ ഇതങ്ങോട്ട് ഫെയ്ഡ് ഔട്ട് ചെയ്യുകയും. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും മുന്നണിക്ക് മുൻതൂക്കമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കത് കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം അജ്ഞാതമാണത്. അപ്പോൾ രണ്ടും ഈസിയായ ഒരു വാക്ക് ഓവർ രണ്ട് കൂട്ടർക്കും ഇല്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. BJP-യുടെ അംഗങ്ങൾ സഭയിലുണ്ടായാൽ അത്ഭുതത്തിന് അവകാശമില്ല എന്നും എൻ്റെ ഒരു അഭിപ്രായം. അതിന് അത്ഭുതപ്പെടേണ്ടതായിട്ടൊന്നുമില്ല. അത് പൂർണ്ണമായും നോർമലൈസ് ചെയ്യപ്പെട്ട ഒരു സംവിധാനമാണ് BJP. ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കേരളം BJP. അതൊരു പുതിയ ഡെവലപ്മെൻ്റാണ്. നേരത്തെ കുഴപ്പം പിടിച്ച എന്നൊക്കെ വിചാരിച്ചിരുന്ന ആ തത്വസംഹിതയെ നോർമലൈസ് ചെയ്ത് നമ്മൾ വീണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ LDF-കാരും UDF-കാരും ആയിരുന്ന ആളുകളെല്ലാം BJP-ക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോൾ പാകപ്പെട്ടു എന്ന് വെച്ചാൽ അതിനൊന്നും ഒരു കുഴപ്പമില്ല. BJP-യിലെ നേതാക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാനോ കോൺഗ്രസിലേക്ക് പോകാനോ തടസ്സമില്ല. ഇവിടെ തിരിച്ച് അങ്ങോട്ട് പോകാൻ തടസ്സമില്ലാത്തപ്പോൾ പിന്നെ വോട്ടിന് മാത്രം എന്ത് തടസ്സം? അങ്ങനെ ഉണ്ടായില്ലല്ലോ. അതാണ്. അപ്പോൾ അതിനകത്ത് ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഈ നേതാക്കൾ ഉണ്ടാക്കി കൊടുത്തൊരു സ്വീകാര്യതയാണോ BJP കിട്ടിയത്? അതായത് BJP-യുടെ ആ തന്ത്രം ഫലിച്ചു അല്ലേ? അതായത് ഇവിടെ നിന്ന് ആളുകളെ സ്വീകരിച്ചാൽ സ്വാഭാവികമായിട്ടും ജനത്തിനും ആ ഒരു സാധാരണ സ്വഭാവമായിട്ട് വന്നോളും അല്ലേ? തീർച്ചയായിട്ടും കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വളരെ ഗൗരവമായി BJP-യെ അതിൻ്റെ പൊളിറ്റിക്കൽ അജണ്ടയെ പ്രതിരോധിക്കുന്നതിൽ വൻ പരാജയമാണെന്നാണ്. മാത്രമല്ല, എനിക്ക് ഒരു പടി കൂടി കിടന്നൊരു അഭിപ്രായമുണ്ട്. കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട കുറേ കാലമായി നിശ്ചയിക്കുന്നത് BJP ക്യാമ്പാണ്. അതിൻ്റെ പുറകെ ഇവർ പോവുകയും ചെയ്യുന്നത്. ശബരിമലയൊക്കെ കേന്ദ്ര പ്രമേയമാകുമ്പോൾ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടി ശബരിമല പ്രശ്നം അവിടെ നിൽക്കട്ടെ, അതവിടെ പരിഹരിച്ചോളും. ഭക്തജനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ദേവസ്വം ബോർഡൊക്കെ അത് പരിഹരിക്കട്ടെ. പൊളിറ്റിക്കൽ പ്രശ്നം അത് മാത്രമല്ലല്ലോ എന്ന് പറയാൻ പോലും കേരളത്തിലൊരു ഏജൻസി ഇല്ല. ദാറ്റ് മീൻസ് നമുക്ക് അതിനെ ശരിയായ രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ഒരു സ്വീകാര്യരായി മാറും. ഞങ്ങൾ ഇന്നലെ ഇലക്ഷൻ ട്രാവലറായിട്ട് പോകുമ്പോൾ അദ്ദേഹത്തെ വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ എല്ലാവരും പറയുന്നതാണ്, അദ്ദേഹം പറഞ്ഞത് ഈഴവാദി പിന്നാക്ക ജനതകളാകെ നേരത്തെ LDF-ൻ്റെയും കുറച്ച് UDF-ൻ്റെയും വോട്ട് ബാങ്ക് ആയിരുന്ന ആളുകൾ പ്രത്യേകിച്ച് LDF-ൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു എന്നൊരു നിരീക്ഷണമുണ്ടോ? അത് ശരിയായിരിക്കുമോ? അത് ശരിയാണ്. കേരളത്തിലെ മേൽത്തട്ട് BJP ആണെന്നേ. നേരത്തെ ഒരു BJP-ക്കാരാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന മേൽത്തട്ടിൽ ഇവർക്ക് എന്തോ ഷെയർ ഉണ്ടെന്നുള്ളത്, അവരുടെയൊക്കെ ഒരു ഷെയറും ഇല്ല. അത് നേരിട്ട് BJP-ക്ക് പോകുന്ന വോട്ടാണ്. ഇപ്പോൾ ഉണ്ടായ പുതിയ സംഭവവികാസം ഈ ഈഴവരടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ, പട്ടിക വിഭാഗങ്ങൾ, അവരിൽ നിന്നൊക്കെ BJP-യിലേക്ക് ഒരു ഒഴുക്കുണ്ട്. അപ്പോൾ അതിന് തടസ്സമില്ലാതെ വന്നത് ഇവരൊക്കെ ഉണ്ടാക്കി തീർത്ത ആ തടസ്സമില്ലായ്മയാണെന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അതെ. അപ്പോൾ ഈ പിന്നോക്കക്കാരിലെ അങ്ങോട്ട് പോയവർ തിരിച്ചു വരുമെന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നത് വെറുതെ പറയുന്ന, ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. തിരിച്ചു വരണമെങ്കിൽ അതൊരു പുതിയ പൊളിറ്റിക്സിലേക്ക് മാത്രമേ വരൂ. ഇപ്പം നിലവിലുള്ള പൊളിറ്റിക്സിലേക്ക് അവർക്ക് തിരിച്ചു വരേണ്ട കാര്യം ഇത് ലോക്കലായൊരു കാര്യം. അതാണ് ആൾക്കാർ മറന്നു പോകുന്നത്. നാട്ടിൻപുറത്ത് ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJP-യിലേക്ക് പോയിട്ട് അവൻ വോട്ടിൻ്റെ സമയമാകുമ്പോൾ തിരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരുമെന്നൊക്കെ വിചാരിക്കുന്നത് തിരുമണ്ടന്മാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം അവിടുത്തെ ഒരു പവർ ബാലൻസ് ആണ് ഇവനെ അങ്ങോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. അത് തെറ്റാത്തിടത്തോളം അവൻ അവിടെ തന്നെ നിൽക്കും.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു മൂന്നാം കക്ഷി എന്ന നിലക്ക് BJP, ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പങ്കാളിത്തമുള്ള BJP വരുന്നു എന്ന ഒരു തെരഞ്ഞെടുപ്പാണല്ലോ ഇത്. അപ്പോൾ ഇതിനകത്ത് രണ്ടുപേർക്കേ കേരളത്തിൽ ഇടവുള്ളൂ. അപ്പോൾ ഈ രണ്ടാമത്തെ ആരായിരിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്. അപ്പോൾ അതിനകത്ത് ഈ അധികാരം എന്ന് വെച്ചാൽ രാഷ്ട്രീയ അധികാരത്തിലേക്ക്, ഭരണത്തിലേക്ക് വരുന്ന ആര് എന്ന് പ്രധാനമായിരിക്കില്ലേ? ആ ഒരു ഗൗരവത്തിലാണോ കാര്യങ്ങൾ പോകുന്നത്? അല്ല, അത് കേരളത്തിലെ UDFന് നേരിട്ട് ഭരണം കൊടുക്കാൻ കേരളത്തിലെ ജനം തയ്യാറായി. അപ്പോൾ അതിനകത്തുണ്ടായ കുഴപ്പങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ജനം ഒരു നിസ്സംഗതയിലേക്ക് പോയതാണ്. അതിന് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്ന അവർക്ക് ഈസി ആയിട്ട് അധികാരത്തിൽ വരാവുന്നൊരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇടതുപക്ഷത്തോടും വലിയ എതിർപ്പില്ലാത്തവർ ഈ ഭരണമൊന്ന് മാറണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. വലിയ എതിർപ്പൊന്നുമില്ല. പക്ഷേ ഈ പാർട്ടിയിലെ നേതാക്കൾ, പാർട്ടിയുടെ ഘടന, അതിൻ്റെ നിയന്ത്രണം, ഇത്തരം കാര്യങ്ങൾ അസംതൃപ്തരായിട്ടുള്ളൊരു വലിയ വിഭാഗം. അപ്പോൾ ഇവിടെ ഇനി ഈ നടക്കാൻ പോകുന്നൊരു കാര്യം, കേരളത്തിൽ ഒരു വട്ടം കൂടി അധികാരത്തിന് പുറത്ത് നിൽക്കാനുള്ള പ്രാപ്തി കോൺഗ്രസിനില്ല. കോൺഗ്രസ് എന്ത് വില കൊടുത്തു അതിന് അധികാരത്തിൽ വന്നേ പറ്റത്തുള്ളൂ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രാവശ്യം കൂടി അധികാരത്തിൽ വന്നാൽ പിന്നെ അത് അതിജീവിക്കുമെന്ന് പോലും സംശയമാണ്. ബംഗാളിലൊക്കെ സ്ഥിതി നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ രണ്ടായാലും BJPക്ക് അനുകൂലമായ അന്തരീക്ഷമാണ് കേരളത്തിൽ രൂപപ്പെടുന്നത്. അപ്പം ഞാൻ പറയുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ ആരധികാരത്തിൽ വന്നാലും അത് BJP അതിൻ്റെ അനുകൂലമായ കാര്യമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടുപേരിൽ ആര് വന്നാലും. ഇപ്പോൾ ഈ പറഞ്ഞ ഗൗരവം, അതായത് ഒരു തവണ കൂടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ പ്രശ്നമാണ് എന്ന ഗൗരവം കോൺഗ്രസ്സുകാർ കാണിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. മാത്രമല്ല, ഒരു പരമ്പരാഗത രീതിയെ കെട്ടിപ്പുണരാനുള്ള ഒരാവേശം അവർ കാണിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കേരളത്തിലെ മലയാളി നായർ വിഭാഗം അടക്കം ഉള്ളോട്ടുള്ള മുഴുവൻ വോട്ടും BJPക്കുള്ളതാണ്. അതിനകത്ത് പൊട്ടും പൊടിയും പോലെ കുറച്ച് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരെ കാണുമെന്നുള്ളതല്ലാതെ അവരുടെ വോട്ട് ബാങ്കാണ്. ഇപ്പോൾ പിന്നോക്ക വിഭാഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ്റെ കാർമ്മികത്വത്തിലാണ് BJPക്ക് ഒരു വോട്ട് ബാങ്ക് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇത് പറയുന്നത്. പട്ടിക വിഭാഗത്തിൽ നിന്ന് മുൻ MLA-മാർ 3 പേരാണ് BJPയിലേക്ക് പോയത്. രാജേന്ദ്രൻ, മുകുന്ദൻ, അജിത്ത്. ഇവർ കൂട്ടത്തോടെ പോകുന്നതിൻ്റെ കാര്യം എന്താ? എന്തെങ്കിലും കാര്യം വേണ്ടേ? അവരെല്ലാം പൈസ മേടിച്ച് പോകുന്ന മോശക്കാരാണെന്നും പറഞ്ഞ കാര്യമില്ല, പൊളിറ്റിക്സാണ്. അപ്പോൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് BJPക്ക് വലിയ സ്വീകാര്യത ഉണ്ടായി. ഇതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ തന്ത്രം ആവിഷ്കരിക്കുന്നതിലോ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിക്കുന്നതിലോ UDFന് കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിലയിരുത്തിയത്. UDF അധികാരത്തിൽ വരുമോ? LDF നിലനിർത്തുമോ അവരുടെ ഭരണം? പ്രത്യേകിച്ച് ഈ വികസനം എന്നതൊക്കെ ആളുകൾക്ക് കാണാനുള്ള ഒരു സംഭവമായിട്ട് മുന്നിലുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രവചനാതീതമായൊരു സ്ഥിതിയാണത്. UDFന് ഒരു മുൻതൂക്കം ഏറ്റവും അവസാന ഘട്ടത്തിൽ ഒരുപക്ഷെ കിട്ടിയേക്കാമെന്ന് LDFന് എഴുതിത്തള്ളാവുന്നൊരു സ്ഥിതിവിശേഷം തൽക്കാലം കേരളത്തിലില്ല. ഞാൻ വിചാരിക്കുന്ന നേരിയ ഭൂരിപക്ഷത്തിൽ ഒരുപക്ഷെ UDF അധികാരത്തിൽ വന്നേക്കാം. ഇപ്പോൾ താങ്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നാൽ, ദീർഘകാലം ഈ മുഖ്യധാര കക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങനെ അല്ലായിരുന്നു താങ്കളുടെ പ്രവർത്തന മേഖല. ഈ തെരഞ്ഞെടുപ്പിൽ പക്ഷേ താങ്കൾ അങ്ങനെ ഒരു മുന്നിലേക്ക് വന്നു. പക്ഷേ അതിനൊരു സുഖകരമല്ലാത്തൊരു പര്യവസാനം ഉണ്ടായി. എന്താ ഇത് നൽകിയൊരു സന്ദേശം, ഒരു പാഠം? അതിനെക്കുറിച്ച് ഒരു വിലയിരുത്തലാണ്. എൻ്റെ ഒരു സമാധാനം, മുഖ്യധാര രാഷ്ട്രീയ കക്ഷിയിൽ പെടാതെ പുറത്തുനിന്ന് വന്ന ഒരു അമ്പക്രൈറ്റ് ധാരയിൽ നിന്ന് വന്ന ഒരാളെന്ന നിലക്ക് എനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, കേരളത്തിൻ്റെ അധികാരഘടന, രാഷ്ട്രീയ അധികാരം പങ്കുവയ്ക്കുന്ന ഘടനയിൽ ആരൊക്കെ വേണം എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടൊരു കാര്യം. അത് പ്രിവിലേജ്ഡ് കാസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇടതുപക്ഷം ഭരിച്ചാലും UDF ഭരിച്ചാലും പ്രിവിലേജ്ഡ് കാസ്റ്റിലെ പുരുഷന്മാരുടെ ഒരു കേളീരം കാണാതെ സ്ത്രീകൾക്ക് പോലും അവിടെ പ്രവേശനമില്ല. എനിക്കങ്ങ് MLA ആകണമെന്നൊന്നും വലിയ താല്പര്യമില്ല. യഥാർത്ഥമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കോൺഗ്രസ് നാഷണലി അതിൻ്റെ ഒരു പോളിസി ഡിക്ലെയർ ചെയ്യും. മോർ ഇൻക്ലൂസീവ് ആയിരിക്കണം, ദളിതർ, പിന്നോക്കക്കാർ, ആദിവാസികൾ ഉൾക്കൊള്ളുന്ന ഒരു പോളിസി പ്രഖ്യാപിക്കും. അപ്പോൾ കേരളത്തിൽ നടന്ന ചർച്ചയിൽ എനിക്കൊരു സീറ്റ് വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ വിചാരിക്കുന്നത് എന്താ, ഈ ഇൻക്ലൂസീവ് പൊളിറ്റിക്സിന്റെ ഭാഗമാണ്, ദേശീയ നയത്തിന്റെ ഭാഗമായിട്ട് ആണെന്നാണ് അതുകൊണ്ട് മാത്രമാണ് സ്വീകരിക്കപ്പെടുന്നത്. അല്ലാതെ വെറുതെ എനിക്ക് ചെന്ന് ഒരു സീറ്റ് എനിക്ക് തരാമോ, എനിക്കൊരു MLA ആയിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ? 56 വർഷമായിട്ട് ദളിതരുടെയും ആദിവാസികളുടെയും മുന്നിൽ അടഞ്ഞു കിടന്ന മുന്നണി രാഷ്ട്രീയം ഒരു വാതിൽ തുറക്കുന്നു എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടായത്.
അപ്പോൾ നമ്മൾ കയറണം. ഇനി ബലിയാടായാലും കുഴപ്പമില്ല, നമ്മൾ കയറിയേ പറ്റൂ എന്നുള്ള ഒരു തീരുമാനം എടുത്ത ഒരു ഭാഗമായിട്ടാണ് അത് ചെയ്യുന്നത്. ഇതിലിപ്പോൾ പക്ഷേ പിന്നീട് വന്നപ്പോൾ ഇപ്പോൾ ഞാൻ കെ മുരളീധരൻ്റെ അഭിമുഖം എടുത്തപ്പോൾ അദ്ദേഹത്തെ വൈക്കത്ത് ആളുകൾ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ അതിന് മുമ്പ് താങ്കൾ എടുത്തപ്പോൾ ശബരിമല വിഷയം, പിന്നെ മഹാത്മാഗാന്ധിയെ വിമർശിച്ചു എന്നൊക്കെയാണല്ലോ പിന്നീട് വന്നത്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് മനസ്സിലാക്കാൻ പറ്റും, മറ്റൊരു അക്കാദമിക ധാരയിൽ നിന്നുള്ള കാര്യങ്ങളാണത്. പക്ഷേ ഈ കക്ഷി രാഷ്ട്രീയത്തിനകത്ത് അത്തരമൊരു സ്റ്റാൻഡ് എടുത്ത തനിക്ക് ഇതൊരു തിരിച്ചടിയാകുമെന്ന് താങ്കൾ വിചാരിച്ചിരുന്നു? അവിടുത്തെ കോൺഗ്രസ്സുകാർക്ക്, ലോക്കൽ കോൺഗ്രസ്സുകാർക്ക് തോന്നി ഞാൻ ഗാന്ധി വിരുദ്ധനാണെന്ന് തോന്നാൻ ഒരിടയുമില്ല. വൈ ബിക്കോസ് അവര് ഗാന്ധിയന്മാരല്ലല്ലോ. താങ്കൾ ഗാന്ധി വിരുദ്ധനല്ലോ. ഞാൻ ഗാന്ധി വിരുദ്ധനല്ല, അവര് ഗാന്ധിയന്മാരും അല്ല. അപ്പോൾ ഞാൻ ഗാന്ധി വിമർശകനാണ്. കാര്യം അത് നാളെയുമാണ്. ശബരിമല കേസിൽ ശബരിമലയിൽ ഒരു സ്ത്രീയും പോകരുന്ന അഭിപ്രായമുള്ള ആളാണ് ഞാൻ. പക്ഷെ ഒരാൾ പോകാൻ ആഗ്രഹിച്ചാൽ അത് അനുവദിക്കണമെന്നാണ്. ഇതാണ് എൻ്റെ പൊസിഷൻ. എനിക്കറിയാം. അതല്ലാതെ ശബരിമലയിൽ സ്ത്രീകളെ സംഘടിപ്പിച്ച് കൊണ്ട് കയറ്റി അവിടെ കലാപം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി നമുക്കില്ല. സുപ്രീം കോടതിയുടെ വിധി മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. ആ പൊസിഷനിൽ നിൽക്കുന്ന ആളാണ്. അത് സീറ്റ് തന്നാലും അതെ, സീറ്റ് തന്നില്ലേലും അതെ, ജയിച്ചാലും അതെ, ജയിച്ചില്ലേലും അതെ. അത്രയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ശരിക്കും ഈ മുഖ്യധാര രാഷ്ട്രീയത്തിനകത്ത് ഇടപെടാനാകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടി രൂപീകരണം എന്ന സംഗതി പോസിബിൾ ആണെന്നാണോ? അതെ അതെ, തീർച്ചയായിട്ടും. കാരണം അതിൻ്റെ കാരണം കുറേ പേർക്ക് ഇവിടെ പ്രാതിനിധ്യം ഇല്ലാത്തതല്ല. കേരളം നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു പ്രതീക്ഷയും മനുഷ്യർക്കില്ല. മനുഷ്യർ മുഴുവൻ മദ്യപിച്ച് നടക്കുന്നത് എന്താണെന്നാണ് വിചാരിക്കുന്നത്? ഒരു പ്രതീക്ഷയില്ലാത്തതുകൊണ്ടാണ്. ഈ ലോട്ടറിയെല്ലാം മനുഷ്യർ എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രതീക്ഷയില്ലെന്നേ. അവൻ്റെ ജീവിതത്തിൽ മിറാക്കിൾ സംഭവിച്ചാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. തൊഴിലാളികൾക്ക് സംരക്ഷണമില്ല, കർഷകർക്ക് എന്തെങ്കിലും എല്ലാ വർഷവും നമ്മൾ കേൾക്കുന്നില്ല, നെല്ല് കൂടിക്കിടക്കുന്നു എടുക്കാനാണ് എല്ലാ വർഷവും ഈ കൃഷി വകുപ്പിൻ്റെ ജോലി എന്നാണ്. അപ്പോൾ കേരളം വളരെ ഗുരുതരമായ പ്രതിസന്ധിയായി നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനമായിട്ടൊരു, അതായത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലേക്ക് ഈ ഘട്ടത്തെങ്കിലും നയിക്കണമല്ലോ. കാരണം ഇപ്പോൾ ഇങ്ങനൊരു അനുഭവം താങ്കളെ പോലെ വളരെ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ പ്രധാനമായിട്ടുള്ള ഒരാൾക്ക് ഒരു കൈപ്പുറ്റ അനുഭവം ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതിൽ നിന്നെങ്കിലും ഉണ്ടായി വരണമല്ലോ അങ്ങനെ ഒരു പ്രസ്ഥാനം. എനിക്ക് സീറ്റ് നിഷേധിച്ചുകൊണ്ടല്ല, അതൊരു അനുഭവം മാത്രമാണ്. കേരളത്തിന് ആവശ്യമുള്ള ഒരു പൊളിറ്റിക്കൽ, ഞാൻ പറയുന്ന അടുത്ത 31 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പ്രസൻസ് അറിയിക്കാൻ പറ്റുന്ന, എന്ന് പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയ ബലാബലം നിശ്ചയിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. മുൻകൈകൾ ഉണ്ടായി തുടങ്ങി. തീർച്ചയായിട്ടും. അപ്പൊ അടുത്ത നിയമസഭാ ഇലക്ഷൻ ആകുമ്പോഴേക്ക് അങ്ങനെ ഒരു പാർട്ടി തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, യാതൊരു സംശയം വേണ്ട. കേരളത്തിൽ നിർണയന ശേഷിയുള്ളൊരു പാർട്ടി രൂപം ഇപ്പം നമ്മൾ കാണുമ്പോൾ, നമ്മളിപ്പോൾ രാഷ്ട്രീയം കണ്ടു തുടങ്ങുന്ന കാലത്തേക്കാൾ കൂടുതൽ ഓരോ മത സാമുദായിക ശക്തികളും പ്രബലമായിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്കകത്തും അവർക്കുള്ള സ്വാധീന ശേഷി, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിലും നയനിലപാടുകൾ എടുക്കുന്നതിലും ഒക്കെ അവർക്കുള്ള സമ്മർദ്ദ ശക്തിയൊക്കെ കൂടുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത് ഈ ഘട്ടത്തിലെങ്കിലും വന്നില്ലെങ്കിൽ അതൊരു വലിയ കുഴപ്പത്തിലേക്ക് പോകും, അല്ലേ? മാത്രമല്ല, ഈ എക്സിസ്റ്റിംഗ് പൊളിറ്റിക്കൽ പാർട്ടിക്കകത്ത് സ്വാധീന ശക്തി ഉണ്ടാക്കാൻ പ്രിവിലേജ്ഡ് സെക്ഷൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിനകത്ത് പ്രിവിലേജ് സെക്ഷൻ, അണ്ടർ പ്രിവിലേജ്ഡ് സെക്ഷൻ പറ്റത്തില്ല. ഒരു പാർട്ടിനെ സ്വാധീനിക്കാൻ പറ്റില്ല. എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ 12% ഉണ്ട് ഈ പട്ടിക ജാതിക്കാർ മാത്രം. 7% വരും ദളിത് ക്രൈസ്തവർ. ഒരു രണ്ടുപേരും കൂടി 18% ഉണ്ട്. ഈ 18% ഒരുമിച്ച് നിന്ന് സ്വാധീനിച്ചാലും കോൺഗ്രസ് വഴങ്ങത്തില്ല. പക്ഷേ 12% നായർ സ്വാധീനിച്ചാൽ അതിനകത്ത് 78% വോട്ടും BJPക്കാ പോകുന്നെങ്കിലും വഴങ്ങും. ഇതാണ് അതിൻ്റെ ഒരു മെക്കാനിസം. അല്ല, അതിനകത്ത് ഈ 12% പേര് എന്ന് പറയുന്നത് പക്ഷേ പല വിഭാഗങ്ങളായിട്ട് ചതുരി കിടക്കുന്നതുകൊണ്ട് അതിനെ അങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ മുന്നിൽ. വെറുതെ പറയുന്നതാണല്ലോ. നായന്മാരും എല്ലാവരും പല വഴിക്കാണ്. ഒന്ന് ഇറങ്ങി പണിയെടുത്താൽ ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ.